അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരത്തിലെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം കൈവെക്കുന്നതിനെ സംബന്ധിച്ച് 4 മദ്ഹബിലും നെഞ്ചിന് മേൽ വെക്കണമെന്നോ നെഞ്ചത്ത് വെക്കണമെന്നോ ഒരു മദ്ഹബും പറഞ്ഞിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. കൈവെക്കുകയാണെങ്കിൽ അത് നെഞ്ചിന് താഴെയായിരിക്കണമെന്ന ആശയത്തിലാണ് 4 മദ്ഹബുകളും ഏകകണ്ഠമായിട്ട് ഒരു തീരുമാനമുള്ളത്. പിന്നെ ചർച്ചയുള്ളത് പൊക്കിളിന് മീതെയോ താഴെയോ കൈവെക്കേണ്ടത് എന്ന കാര്യത്തിൽ മാത്രമേ എന്തുള്ളായിട്ടുള്ളൂ, ഇമാമികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. നെഞ്ചിന്റെ മുകളിലല്ല, പൊക്കിളിന് മീതെയോ താഴെയോ വെക്കേണ്ടത് എന്ന കാര്യത്തിൽ മാത്രമേ ഇമാമികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഈ ഇമാമിങ്ങൾ എല്ലാം തന്നെ നെഞ്ചിനു താഴെയാണ് കൈവെക്കേണ്ടത് എന്നതെനിക്ക് തെളിവ് പറഞ്ഞത് ഈ പ്രസ്തുത ഹദീസാണ്. ഏത്? അലാ സ്വദിരിഹി എന്നുള്ള ഹദീസാണ് 4 മദ്ഹബിന്റെ ഇമാമും പ്രത്യേകിച്ച് ഇമാമുന ശാഫിഈ റഹിമഹുമുല്ലാ വിഭാവനം ചെയ്യുന്ന ശാഫിഈ മദ്ഹബിൽ പറയുന്നത് നെഞ്ചിന് താഴെയായിരിക്കണം എന്നതെനിക്ക് ഈ വഹാബികൾ പൊക്കിപ്പിടിക്കുന്ന ഈ പ്രസ്തുത ഹദീസാണ് എല്ലാ ഫിഖ്ഹിന്റെ കിതാബുകളിലും, എല്ലാം എന്നല്ല ചില ഫിഖ്ഹിന്റെ കിതാബിൽ പറയുന്നത് അലാ സ്വദരിഹി. നമുക്കതൊന്ന് റിസർച്ച് നടത്താം. ഈ പ്രസ്തുത ഹദീസ് വാഇൽ ബിൻ ഹുജർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ച ഒരു ഹദീസാണ്. എന്താ പറഞ്ഞത്? സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി ഞാൻ നിസ്കരിച്ചു. വവളഅ യദഹുൽ യുംന അലാ യദിഹിൽ യുസ്റ, വലത് കൈയിനെ ഇടത് കൈയിന്റെ മുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചു. അലാ സ്വദിരിഹി, നെഞ്ചിനെയും വിട്ട് എന്നാണ് അതിന്റെ അർത്ഥം. അലാ സ്വദിരിഹി, നെഞ്ചിന്റെ മേൽ എന്ന അർത്ഥം അവിടെ വെക്കാൻ പാടുള്ളതല്ല. അലാ സ്വദിരിഹി എന്ന ആ അർത്ഥമാണ് അവിടെ വഹാബികൾക്ക്, പുത്തൻവാദികൾക്ക് പിണഞ്ഞ അബദ്ധം എന്ന് പറയേണ്ടി വന്നതിൽ ഖേദിക്കുന്നുണ്ട്. അവരുടെ ഗതികേട്. അലാ സ്വദിരിഹി എന്ന അലക്ക് മേൽ ഇസ്തിഇലാന്റെ അർത്ഥം അവിടെ വെച്ചത് ശരിയല്ല. അലാൽ ഇസ്തിഇല എന്ന് പറഞ്ഞിട്ട് ബെയ്ത്തൊക്കെ അൽഫിയിലുണ്ട്. എന്നാൽ അല കാണുന്നോടത്തൊക്കെ ഇസ്തിഇലാന്റെ അർത്ഥം വെക്കണം എന്നില്ല. ഇസ്തിലായിന്റെ മുകളിൽ മേലിൽ എന്നാണ് അലക്ക് അർത്ഥം വെക്കേണ്ടത് എങ്കിൽ ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു അലാ ഖബരി സെയ്ദിൻ, സെയ്ദ് റളിയല്ലാഹുവിന്റെ ഖബറിന്റെ പറയും ഖബറിന്റെ മുകളിൽ എന്നോ, ഖബറിന്റെ മുകളിൽ മറവീത നിൽക്കാൻ പാടില്ല എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പൊ അലക്ക് ഇസ്തിലായിന്റെ മഅന അലൽ ഇത്ലാഖിൽ കൊടുക്കാൻ പാടുള്ളതല്ല. 1. ഇനി വ്യാകരണം നിയമം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ വഹാബികൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ പ്രസ്തുത ഹദീസിന്റെ ഇബാറത്ത് മേലിൽ എന്ന അർത്ഥത്തോട് വിരുദ്ധാണ്. അലാ സദ്രി എന്നിട്ട് മേൽ എന്ന അർത്ഥം വെക്കാൻ പാടില്ല നഹ്വിന്റെ ഖായിദ പ്രകാരം. അതെങ്ങനെ? വളഅ എന്ന ഫീല് അലാ യദിഹി എന്ന ജറിന്റെ അക്ഷരത്തോട് അവിടെ ബന്ധിക്കുന്നുണ്ട്. അവിടെ അലാ യദിഹി എന്നുള്ള പ്രസ്തുത ജറിന്റെ അക്ഷരമായ അല എന്നതിനേക്ക് അവിടെ അർത്ഥം വെക്കേണ്ടത് ഇസ്തിലായിന്റെ മഅന, മുകളിൽ, മേൽ എന്ന അർത്ഥാണ് അവിടെ കുറിക്കുന്നത്. അപ്പോ വളഅ എന്ന ഫീല് അല എന്ന ജറിന്റെ അർത്ഥം എന്താവുന്നുണ്ട്? അതുമായിട്ട് തഅല്ലുഖുണ്ട്, ബന്ധമുണ്ട്. അപ്പൊ ഇനി മേൽ എന്ന അവിടെ ആ വളഅ എന്നതിനോട് ബന്ധിക്കുന്ന അലക്ക് ശേഷം ഇനി വീണ്ടും അതേ അർത്ഥമുള്ള ഇസ്തിലായിന്റെ അല വരാൻ പാടുള്ളതല്ല. നെഞ്ചിന് മേൽ എന്ന ഹദീസിലെ ഈ വ്യാഖ്യാനത്തിന് അർത്ഥം കൽപ്പിക്കാൻ അവിടെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് അറബി വ്യാകരണ നിയമം പഠിച്ച മദ്ഹബിന്റെ ഇമാമിയങ്ങളാരും നെഞ്ചിന്റെ മേൽ എന്ന തെറ്റായ അർത്ഥം വെക്കാതിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വളഅ എന്ന ഫീല് അലാ യദിഹി എന്ന ഇസ്തിലായിന്റെ അർത്ഥമുള്ള ജറിന്റെ അക്ഷരനോട് ബന്ധിച്ച്
അവിടെ താലുക്ക് അലന്റെ താലുക്ക് അള്ളാഹുവിനോടാണ്. ഇനി അതേ ഒരു അർത്ഥം അലാ സദ്രി എന്ന് വെക്കാൻ അവിടെ പാടുള്ളതല്ല. അവിടെ അന്നിന്റെ മാനാനുള്ളത്. അലക്ക് അൻ എന്നതിന്റെ അർത്ഥമാണ് അവിടെ കൊടുക്കേണ്ടത്. അല്ലാതെ ഇസ്തിലാഹിന്റെ മാന രണ്ട് സ്ഥലത്തും അവിടെ വെക്കാൻ അള്ളാഹുവിനോട് ബന്ധിച്ചിട്ട് വെക്കാൻ നർബിന്റെ നഹവിന്റെ ഖായിദക്ക് വിരുദ്ധമാണ്. അപ്പൊ പിന്നെ അലാ സ്വദിരിഹി എന്നുള്ളിടത്ത് ഒരു അലക്ക് മാന വെക്കണല്ലോ. അവിടക്ക് അലക്ക് ഒരു അർത്ഥം അവിടെ വെക്കണല്ലോ. ഇസ്തിലാഹിന്റെ മാന മേൽ എന്നവിടെ അർത്ഥം വെക്കാൻ പാടില്ല. കാരണം മുമ്പ് കഴിഞ്ഞത് കൊണ്ട് തന്നെ അലാ യദിഹി എന്നുള്ളിടത്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെ. പിന്നെ ഈ അല എന്നതിനിക്ക് ഒരർത്ഥം വെക്കാതെ അവിടെ നിർവാഹമില്ല. അതാണ് പിന്നെ നെഞ്ചിനെയും വിട്ട് എന്നാണ് അവിടെ അർത്ഥം വെക്കേണ്ടത്. അൻ എന്ന അക്ഷരത്തിന്റെ അർത്ഥമാണ് ഈ ഹദീസിലെ അലാ സദ്രി എന്ന വാക്കിന് കൽപ്പിക്കേണ്ടത് എന്ന് വ്യക്തമാണ്. അതായത് നെഞ്ചിനെയും വിട്ട് എന്നർത്ഥം. ഇനി ഈ വിഷയത്തിലെ ചില റിപ്പോർട്ടുകളിലെ കാണുന്നുണ്ട് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഇതിന് തെളിവ് പറഞ്ഞത് തഹത്ത സ്വദിരിഹി എന്ന്, നെഞ്ചിന് താഴെ. മനസ്സിലാക്കണം കേട്ടോ. തഹത്ത സ്വദിരിഹി നെഞ്ചിന് താഴെ എന്നൊരു ഇബാറത്ത്. ചിലടത്ത് ഇന്ദ സ്വദിരിഹി നെഞ്ചിന്റെ അടുത്ത് എന്നർത്ഥം ഫുഖഹ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഫൗഖ സുറത്തിഹി, ഫൗഖ സുറത്തിഹി പൊക്കിളിനു മീതെ എന്നും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 3 റിപ്പോർട്ടുകൾ പല ഭാഗങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ? നെഞ്ചിന്റെ താഴെ തഹത്ത സ്വദിരിഹി, ഇന്ദ സ്വദിരിഹി, ഫൗഖ സുറത്തിഹി എന്ന് 3 ഇബാറത്തുകളും വന്നിട്ടുണ്ട്. ഈ 3 ഇബാറത്തിന്റെ അർത്ഥം പരിഗണിക്കുമ്പോ നെഞ്ചിന് താഴെ എന്ന് മാത്രമാണ് അലാ സ്വദിരിഹി എന്ന ഇബ്നു ഹുസൈമ റഹിമഹുമുല്ലാഹി റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഉദ്ദേശിക്കേണ്ടതെന്ന് വ്യക്തമാണല്ലോ. മറ്റുള്ള 3 സ്ഥലത്ത് തഹത്ത സ്വദിരിഹി, അതുപോലെ തന്നെയാണ് ഇന്ദ സ്വദിരിഹി, ഫൗഖ സുറത്തിഹി എന്ന ആ 3 ഇബാറത്തിനോട് യോജിച്ചിട്ട് വെക്കുമ്പോ ഇവിടെ ബഹുമാനപ്പെട്ട പിന്നെ ഇബ്നു ഹുസൈമ റഹിമഹുല്ലാഹി റിപ്പോർട്ട് ചെയ്ത ഈ ഉദ്ദേശപ്രകാരം അറബി വ്യാകരണ നിയമം പഠിച്ച പണ്ഡിതന്മാര് പറഞ്ഞത് അല എന്നത് ഇസ്തിലാഹിന്റെ മാനാക്കല്ല, അതിനിക്ക് അർത്ഥം കൊടുക്കേണ്ടത് അൻ എന്നതിന്റെ അർത്ഥമാണ് എന്നിവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നെഞ്ചിനു താഴെയായി പൊക്കിളിന് മീതെയാണ് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവച്ചിരുന്നത് എന്നാണ് പ്രസ്തുത ഹദീസിന്റെ ആശയം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണവും. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാര് പറയുന്ന നെഞ്ചിന് താഴെയായി പൊക്കിളിന് മുകളിലായി കെട്ടണമെന്ന് പറയുന്ന ഇമാമിങ്ങൾ തെളിവായിട്ട് കൊടുക്കുന്നത് പ്രസ്തുത ഹദീസാണ് എന്ന് എല്ലാ ആളുകളും മനസ്സിലാക്കുക. ഇമാം നവവി ഷറഹുൽ മുഹദ്ദബിൽ 3-ാം വാള്യം 313 ഷറഹ് മുസ്ലിം 1-173 ഈ ഹദീസ് കൊടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നെഞ്ചിന് താഴെ പൊക്കിളിന് മീതെയുമായി കൈവെക്കൽ സുന്നത്താണെന്ന് എനിക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ഹദീസ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവര് അവലംബിക്കുന്നത് തഖ്ലീദ് ഹറാമാണെന്ന ഇസ്ലാമിക വിരുദ്ധം വാദിച്ച ഈ പുതിയ നവനൂറ്റാണ്ടിലെ നവ മുജാഹിദീങ്ങൾക്ക്, നവീനവാദികൾക്ക്, പുത്തനാശയക്കാർക്ക് ഇത് ഷൗക്കാനിയുടെ വാദ. ഈ വാദം ഉണ്ടല്ലോ അലാ സദ്രി എന്ന ഷൗക്കാനിന്റെ വാദ. അപ്പൊ ഈ മദ്ഹബ് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇവരെങ്ങനെ ഷൗക്കാനിന്റെ മദ്ഹബ് അംഗീകരിക്കുന്നത്? അത് ഇരട്ടത്താപ്പല്ലേ? അതാണ് ഈ വിഷയമായിട്ട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.